അങ്ങ് പറയാനുള്ള മൗലികാവകാശത്തെ അങ്ങ് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഇനി അഥവാ ഇവർ അധികാരത്തിൽ വന്നാൽ എന്ത് സംഭവിക്കുന്ന ഒരു ആശങ്കയില്ലേ? അധികാരത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ അവരെടുക്കുന്ന ആക്ഷൻ അന്യായമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കോടതികളുണ്ട്. ഇല്ലെങ്കിൽ അവരെൻ്റെ ജോലി തിരിച്ചു തരില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ പുറത്ത് പോരാടിക്കൊള്ളാം, നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. അത് ചില പോരാട്ടങ്ങൾ ചില സമയത്ത് ഇവരെല്ലാവരും ഇല്ല സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ട് അയ്യോ സെക്രട്ടേറിയറ്റിൽ ജോലി പോയല്ലോ. ഈ സസ്പെൻഷൻ വളരെ സൗകര്യമുള്ള നമ്മുടെ പ്രശാന്ത് പറയുന്ന അവസ്ഥയാണ്. എന്നോട് തിരിച്ചു കയറുന്നൊന്നും ചെയ്തേക്കരുത്. എൻ്റെ ശമ്പളം വെച്ചുകൊണ്ട് നോക്കിയാൽ എനിക്ക് ജീവിക്കാൻ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ശമ്പളത്തിൻ്റെ കൂടുതൽ കിട്ടുന്ന ഭാഗം ഇപ്പോൾ ആക്ച്വലി അതും ഇതും തുണിയും സാധനങ്ങളും ഒക്കെ മേടിച്ചും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവാക്കിയും അതൊന്ന് സബ്സിസ്റ്റൻസ് അലവൻസ് ആയിട്ട് കുറച്ച് കിട്ടിയാൽ എൻ്റെ ചിലവ് മീറ്റ് ചെയ്യും. മുഴുവൻ സമയം എനിക്ക് പോരാടാമല്ലോ. കഴിഞ്ഞ 10 കൊല്ലം ഞാൻ ഗവൺമെൻറ്റിൽ കണ്ട കാര്യങ്ങൾ മുഴുവനും ഞാൻ അടുത്ത 2 കൊല്ലം എടുത്ത് ആഴ്ചയ്ക്ക് ഷാജൻ സ്പേസ് വരുമെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ ഈ നാട്ടിലെ പല പകൽമാന്യന്മാരും അവരവരുടെ കണക്കിയെടുത്തിയാടും. അതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ പറയാൻ പറ്റുമോ? അധികാരമുണ്ടോ? അതെ, ചട്ടങ്ങൾ അവിടെയുണ്ട്. ഈ ചട്ടലംഘനത്തിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഇത് പലരും എന്നോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ചട്ടപ്പടി സൊസൈറ്റിയാണല്ലോ. ചട്ടം നടപ്പിലാക്കണമെന്ന് സർക്കാരിൻ്റെ ഉള്ളിൽ വാദിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ വകുപ്പിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ്റിൻ്റെ നയത്തെയോ നടപടിയോ വിമർശിച്ചു കഴിഞ്ഞാൽ ഞാൻ ചട്ടപ്രകാരം നോട്ടീസ് കൊടുക്കുന്നുണ്ട്, നടപടി എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവിടെ നമ്മൾ കാര്യങ്ങൾ കോണ്ടെക്സ്റ്റിൽ കാണണം. നമ്മുടേത് അടിസ്ഥാനപരമായ ഒരു ജനാധിപത്യമാണ്. ചട്ടത്തിൽ അവർ പറയുന്ന റൂൾ 3 ലംഘിച്ചു, റൂൾ 7 ലംഘിച്ചു തന്നെ ഇരിക്കട്ടെ. പരമാവധി എന്താണ് അതിനുള്ള ശിക്ഷ? എന്നെ ഈ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് നീക്കം ചെയ്യും അല്ലേ? എനിക്കത് പരാതി ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം? ഓക്കെ, അല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല. ഇൻ ദ സെൻസ് എനിക്കിപ്പോൾ ഒരു 15 സെൻറ്റ് സ്ഥലം എഴുതി വിറ്റ് കഴിഞ്ഞാലും സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള വരുമാനം അന്യത ഉണ്ട്. എൻ്റെ ഭാര്യ എന്നെക്കാൾ ശമ്പളം വാങ്ങിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. കുട്ടിയുടെയും പഠിത്തവും കഴിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ അവസ്ഥയിൽ, അതായത് അടുത്ത എനിക്കിനി 7 വർഷം സർവീസ് ബാക്കിയുണ്ട്. എനിക്ക് സർവീസ് വേണ്ട, എനിക്ക് സെക്രട്ടേറിയറ്റ് വരാൻ താല്പര്യമില്ല. ഞാൻ പുറത്ത് നിന്നിട്ട് അണ്ടർ സസ്പെൻഷൻ യു ട്രൈ ടു ഐ വിൽ സ്പീക്ക് ഔട്ട്. നിങ്ങളെന്ത് ചെയ്യും? ഇതെൻ്റെ വാപത്തി പിടിക്കാൻ വരുമോ? അതോ എന്നെ കൊന്നുകളയാൻ തീരുമാനിക്കുമോ? ആണെങ്കിൽ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യും? സോ ഐ ഹാവ് ഡിഫീറ്റഡ് യു. നിങ്ങൾ നിങ്ങളുടെ DNA റൂൾസിനകത്ത് പ്രൊസീഡ് ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്യും. എന്തായാലും നിങ്ങൾ ജസ്റ്റായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല.